ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വികാര നിർഭരവും അഭൂതപൂർവവുമായ വിടവാങ്ങൽ ചടങ്ങുകൾക്കാണ് തലസ്ഥാന നഗരിയായ ടെഹ്റാൻ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. വ്യാഴാഴ്ച ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഹുസൈനിയയുടെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് പതിനായിരക്കണക്കിന് ദുഃഖാർത്തരായ ജനങ്ങൾ ഒത്തുചേർന്നതോടെ നഗരം പൂർണ്ണമായും ജനസാഗരമായി മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞ ഹുസൈനിയയുടെ അവശിഷ്ടങ്ങൾക്ക് നടുവിലാണ് ഖമേനിയുടെ മൃതദേഹം അടങ്ങിയ പേടകം പൊതുദർശനത്തിന് വെച്ചത്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ പാശ്ചാത്യ ശക്തികളെ ഏൽപ്പിച്ച ആഘാതത്തിന്റെ പ്രതീകമായ ആ തകർന്ന മണ്ണിൽ വെച്ച് തന്നെ വിടവാങ്ങൽ ചടങ്ങുകൾ നടത്താൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. വിലാപയാത്രയിലും വിടവാങ്ങൽ ചടങ്ങിലും പങ്കെടുത്ത ജനങ്ങൾ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ രോഷാകുലരായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഔദ്യോഗികമായ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4-ന് ശനിയാഴ്ച ടെഹ്റാനിലെ വിഖ്യാതമായ ഇമാം ഖൊമേനി മൊസല്ലയിൽ വെച്ച് ആരംഭിക്കുകയാണ്. 2 ദിവസത്തോളമാണ് ഇവിടെ ജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് അനുയായികൾ ഇതിനകം തന്നെ ടെഹ്റാനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്രയധികം ജനങ്ങൾ ഒരേ സമയം തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ അതീവ ജാഗ്രതയോടെയുള്ള തയ്യാറെടുപ്പുകളാണ് ടെഹ്റാൻ നഗരസഭയും വിപ്ലവ ഗാർഡുകളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിലെ പ്രമുഖ മസ്ജിദുകൾ, സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ, പൊതുപാർക്കുകൾ എന്നിവയെല്ലാം താൽക്കാലിക താമസ സൗകര്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഇറാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രകടനമായി മാറാൻ പോകുന്ന ഔദ്യോഗിക വിലാപയാത്ര ജൂലൈ 6-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ടെഹ്റാന്റെ പ്രധാന തെരുവുകളിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെ കടന്നു പോകുന്ന ഈ വിലാപയാത്ര ഇറാന്റെ നയതന്ത്ര ശക്തിയുടെയും പ്രതിരോധ വീര്യത്തിന്റെയും വലിയൊരു വിളംബരമാക്കി മാറ്റാനാണ് സൈനിക നേതൃത്വം ശ്രമിക്കുന്നത്. ഇതിനുശേഷം ജൂലൈ 7-ാം തീയതിയോടെ സംസ്കാര ചടങ്ങുകൾ ഇറാന്റെ ആത്മീയ കേന്ദ്രമായ കോം നഗരത്തിലേക്ക് മാറ്റും. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ റിഫാത്ത് ജാവേദ് ടെഹ്റാനിലെ ഈ ദൃശ്യങ്ങളെയും സംഭവ വികാസങ്ങളെയും അതീവ പ്രാധാന്യത്തോടെയാണ് വിശകലനം ചെയ്യുന്നത്. ഖമേനിയുടെ വധം ഇറാനെ തളർത്തുമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് ഇപ്പോൾ ടെഹ്റാനിൽ ദൃശ്യമാകുന്ന ജനസാഗരമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിഫാത്ത് ജാവേദിന്റെ വിലയിരുത്തൽ അനുസരിച്ച് തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഖമേനിയുടെ പേടകം പ്രദർശിപ്പിച്ചത് ഇറാന്റെ ബോധപൂർവമായ ഒരു പ്രതിരോധ തന്ത്രമാണ്. തങ്ങളെ ആക്രമിച്ചവരോട് പൊരുതാനുള്ള ആഹ്വാനമാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. അമേരിക്കൻ വിരുദ്ധ വികാരം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അധികാരമേൽക്കുന്ന ആൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ ജനപിന്തുണ വലിയ ആയുധമായി മാറും. ഖമേനിയുടെ വിയോഗമുണ്ടാക്കിയ ആഭ്യന്തര ശൂന്യത ചെറുതല്ലെങ്കിലും രാജ്യം ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ ഇറാന്റെ ഉന്നത കൗൺസിലുകൾ ദ്രുതഗതിയിലാണ് ചലിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതോടെ പുതിയ നേതാവിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഈ വിലാപ ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യത്തിലും ഇറാന്റെ ആണവ നിലയങ്ങളിലെ UN പരിശോധനകൾ തടഞ്ഞതും ഹോർമുസ് കടലിടുക്കിൽ ട്രാൻസിറ്റ് ഫീ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതും ഇറാന്റെ പ്രതികാര ബുദ്ധിയുടെ തെളിവാണ്. തങ്ങളുടെ നേതാവിനെ വധിച്ച അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആഗോള സാമ്പത്തിക വിപണിയിലൂടെ കനത്ത പ്രഹരം നൽകാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഖമേനിയുടെ വധത്തെ ശക്തമായി അപലപിച്ചിരുന്നു. വിലാപയാത്ര നടക്കുന്ന ദിവസങ്ങളിൽ ബാൾട്ടിക് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും നാറ്റോയും റഷ്യയും തമ്മിലുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നത് ആഗോള യുദ്ധഭീതി ഇരട്ടിയാക്കുന്നുണ്ട്. ഇറാന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നറിയാൻ വാഷിംഗ്ടണും ടെല്ലവീവും അതീവ ജാഗ്രതയോടെയാണ് ടെഹ്റാനിലെ ചടങ്ങുകളെ നിരീക്ഷിക്കുന്നത്. ഇമാം ഖൊമേനി മൊസല്ലയിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളുടെ കണ്ണീരും രോഷവും വെറുതെയാകില്ലെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ കമാൻഡർമാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി തുരത്തുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് സൈനിക നേതൃത്വത്തിന്റെ പ്രതിജ്ഞ. കോം നഗരത്തിൽ ജൂലൈ 7-ന് നടക്കുന്ന അന്തിമ ചടങ്ങുകളോടെ ഇറാന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീഴും.
എന്നാൽ ഖമേനി വിതച്ച പാശ്ചാത്യ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഇറാനിൽ കൂടുതൽ ആഴത്തിൽ പടർന്നിറങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ടെഹ്റാന്റെ തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളും വിലാപങ്ങളും പശ്ചിമേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോന്ന ശക്തമായൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ തുടക്കമാണ്. സ്വന്തം നേതാവിന്റെ ചോരയ്ക്ക് പകരമായി തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ജനസാഗരത്തിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആത്മവീര്യത്തെ തകർത്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ വിടവാങ്ങൽ ചടങ്ങുകൾ. വരും നാളുകളിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആഗോള സമാധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നവയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.